ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കോഴിക്കോടൻ സ്പെഷ്യൽ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 5 തക്കാളി എടുത്തിട്ടുണ്ട്, 6 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഞാൻ 2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റൈസ് 2 കിലോ എടുത്തിട്ടുണ്ട്. ഇതിൽ റൈസും മസാലയും നമ്മൾ ഒരുമിച്ചിട്ട് ദമ്മ് ചെയ്യുന്നതാണ് മലബാർ ബിരിയാണിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ഉണ്ടാക്കാം. ഇതിന് ആദ്യം നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. റൈസ് വേവിച്ചെടുക്കാൻ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് റൈസിൻ്റെ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാള അണ്ടിമുന്തിരി വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ചപ്പയും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് ദം ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് ഞാനിവിടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചപ്പ് പുതിന കറിവേപ്പ് ഇട്ടിട്ടുണ്ട്. തക്കാളി ഇവിടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നാരങ്ങൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ കുഴച്ച് വെച്ച് റെഡി ആയിട്ടുണ്ട്. ദം ബിരിയാണിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ മസാലകൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ബിരിയാണി വെക്കുമ്പോഴാണ് ദം ബിരിയാണിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹാഫ് വേവുള്ള റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കുഴച്ച് വെച്ച ഈ മസാലയിലേക്ക് ഹാഫ് വേവിലുള്ള റൈസ് ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലേൻ്റെ മുകളിൽ നമ്മൾ ഹാഫ് വേവിലാക്കി വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്തിട്ട് നമുക്ക് ലാസ്റ്റിൽ അണ്ടി മുന്തിരിയും കിസ്മിസും കൂടി വറുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ദമ്മ് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ദമ്മ് ചെയ്തിട്ട് നമുക്കൊരു 30 മിനിറ്റ് ബിരിയാണി വേവിച്ചെടുക്കാം. നല്ല കനലിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോടൻ ദം ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് ദം ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാരും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും അറിയിക്കണം.